ഹായ്. അപ്പോൾ നമ്മളുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ പോയിന്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് റെഗുലർ റിവിഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചാമത്തെ കാര്യമാണ് റെഗുലർ റിവിഷൻ. ഈ റിവിഷൻ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ്, അതായത് കംപ്ലീറ്റ് ടോപ്പിക്സും തീർന്നതിന് ശേഷം നമുക്ക് റിവിഷൻ നടത്താമെന്നാണ് എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിവിഷന് ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, യു ക്യാൻ ഹാവ് ഡെയിലി റിവിഷൻ. ഓക്കെ, ഡെയിലി റിവിഷൻ പോസിബിൾ ആണ്. എങ്ങനെയാണ് നമുക്ക് ഡെയിലി റിവിഷൻ ചെയ്യാൻ പറ്റുക? അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്, ഇഫ് യു ആർ സ്റ്റഡിങ് ഫോർ നീറ്റ്, നിങ്ങൾ എല്ലാവരും ഡെയിലി ടെസ്റ്റുകൾ എഴുതുന്നുണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ ഡെയിലി ടെസ്റ്റിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് കയറി ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുക, ഫസ്റ്റ് ടോപ്പിക്കിന്റെ എക്സാം വരും. അപ്പോൾ ആ ഫസ്റ്റ് ടോപ്പിക്കിന്റെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേയിലുള്ള ഡെയിലി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടൈം അലോക്കേറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മെജോറിറ്റി ഓഫ് സമയം കൊടുക്കുമ്പോൾ യു ഹാവ് ടു ഗീവ് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം ഫോർ റിവിഷൻ. ആ റിവിഷന്റെ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി ടെസ്റ്റിന്റെ ടോപ്പിക്ക് പഠിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് ഗുണമാണ്. ഡെയിലി ടെസ്റ്റിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും, അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതാണ് ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റിവിഷന്റെ ഒരു കാര്യം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വീക്ക്ലി ആയിട്ട് ചെയ്യാൻ പറ്റും, വീക്ക്ലി റിവിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എക്സാംസിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. വീക്ക്ലി റിവിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സൺഡേ എന്ന് പറയുന്ന ഡേ നിങ്ങൾക്കൊരു ബിഗ് ഡേ ആണ് അല്ലെ, ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുന്ന ഡേ ആണ് സൺഡേ. അപ്പൊ സൺഡേനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മോർണിംഗിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം വെക്കുന്നു, ഉച്ചയ്ക്ക് പഠിക്കാൻ വേണ്ടി സമയം വെക്കുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കറണ്ട് ടോപ്പിക്സ് ആയിരിക്കും, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾ പഠിക്കാൻ സാധാരണഗതിയിൽ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ സൺഡേയിൽ ഇപ്പം നമ്മുടെ ഒരു ആഫ്റ്റർനൂണിന് ശേഷമുള്ള സെഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ്ങിന് ശേഷമുള്ള സെഷനോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് വെക്കുക, റിവിഷന് വേണ്ടി വെക്കുക. അതായത് ആദ്യം തൊട്ടേ ഉള്ള ടോപ്പിക്സിൽ സെലക്ടഡ് ടോപ്പിക്സ്, അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴാണ് അസസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ യു ആർ റൈറ്റിംഗ് വീക്ക്ലി എക്സാംസ് അല്ലെ, വീക്ക്ലി എക്സാംസ് നിങ്ങൾ എഴുതണം. വീക്ക്ലി എക്സാംസ് നിങ്ങൾ എഴുതുമ്പോൾ ആ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നത്, യു മസ്റ്റ് അസസ് യുവർ സെൽഫ്. നിങ്ങൾ അസസ് ചെയ്യാൻ പഠിക്കണം. ഞാൻ ഇന്ന് ഈ പ്രാവശ്യത്തെ വീക്ക്ലി ടെസ്റ്റ് എഴുതിയപ്പോൾ എനിക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ വരുന്ന സൺഡേ ഞാൻ ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാം. ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണം. അപ്പൊ അതാണ് അടുത്ത കാര്യം. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഡെയിലി റിവിഷൻ കഴിഞ്ഞു, വീക്ക്ലി റിവിഷൻ കഴിഞ്ഞു, ഇനി മന്ത്ലി റിവിഷനിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റെഗുലറൈസ് ചെയ്യാം, ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു നിങ്ങളുടെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആവും അല്ലെ. ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്സ് കംപ്ലീറ്റഡ്. ഓക്കെ, കംപ്ലീറ്റഡ്. ഓക്കെ, ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ലെവലിലാണ് നമ്മൾ റിവിഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്. ഈ പറയുന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ മന്തിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എത്ര മാസം റിവിഷന് വേണ്ടി ബാക്കിയുണ്ടെന്ന് ആദ്യമേ കണ്ടുപിടിക്കാം. സംടൈംസ് യു മേ ബി ഹാവിംഗ് 2 months, സംടൈംസ് യു മേ ബി ഹാവിംഗ് 3 months. അത് ഡിപ്പെൻഡിങ് ഓൺ ടോപ്പിക് തീരുന്നതിനനുസരിച്ചാണ്. ടോപ്പിക് തീരുന്നതിനനുസരിച്ച് ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് 3 months ആണ് കിട്ടുന്നതെങ്കിൽ, ഈ 3 monthsലെ ഡേയ്സിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുക. റിവിഷൻസ് നിങ്ങൾക്ക് ഒറ്റ സൈക്കിളിൽ തീർക്കാം, അല്ലെങ്കിൽ 2 സൈക്കിളിൽ തീർക്കാം, 3 സൈക്കിളിൽ തീർക്കാം. അതായത് ആദ്യത്തെ റിവിഷൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, രണ്ടാമത്തത് ഒരു ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ, അങ്ങനെയും നിങ്ങൾക്ക് പോവാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എക്സാമിനോട് എടുക്കുമ്പോൾ എക്സാം ടിപ്സിൽ വരുന്ന കാര്യങ്ങളാണ്, എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ എപ്പോഴും മനസ്സിലാക്കുക, ഡെയിലി റിവിഷൻ നടത്തുക. ഡെയിലി റിവിഷൻ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ നെക്സ്റ്റ് ഡേയിലുള്ള ഡെയിലി എക്സാമിന്റെ ടോപ്പിക്ക് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. വീക്ക്ലി അസസ്, നിങ്ങളുടെ വീക്ക്ലി എക്സാംസിൽ നിങ്ങൾ വീക്കായി പോകുന്ന ടോപ്പിക്സ് നിങ്ങൾ അസസ് ചെയ്യുക. എന്നിട്ട് ആ ടോപ്പിക്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സൺഡേയിൽ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. പിന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ടോപ്പിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം ഇനി എക്സാമിലേക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് എത്ര സൈക്കിൾസ് ഓഫ് റിവിഷൻ ചെയ്യാൻ പറ്റുമെന്നും കണ്ടുപിടിക്കുക. സോ റിവിഷൻ ചെയ്യേണ്ട പാറ്റേൺ ഇങ്ങനെയാണ്. അടുത്ത പോയിന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.